ആ മുറ്റത്തിന്റെ സൈഡൊന്നും അടിച്ചിട്ടില്ലല്ലോ ശാന്തേ. ആ ഈ പെണ്ണിവിടെ ഉണ്ടായിട്ടാ 2 മാസം കഴിയുമ്പോൾ കെട്ടിച്ചു വിടേണ്ട പെണ്ണ. ഇവളിനി എന്നിതൊക്കെ പഠിക്കാനാ? ശിവ ശിവ. ആ ഞാൻ അമ്മയോട് കഴിഞ്ഞ ആഴ്ച പറയുന്നുണ്ടായിരുന്നു വീടൊന്നും വൃത്തിയില്ല, വലിയമ്മേനെ 2 ദിവസത്തേക്ക് കൂടെ കൊണ്ട് നിർത്താം. ഓ ഈ വയ്യാത്തോടത്ത് എനിക്കെങ്ങും മേലായതൊന്നും ചെയ്യാൻ. അല്ല ശാന്തേ, നീ ഇപ്പോ വല്ലാണ്ടങ്ങ് തടിച്ചു പോയല്ലോ. പണ്ട് നീ നിന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ, ഒരു നത്തോലി പെണ്ണായിരുന്നു. ആ ഞാൻ ഇടയ്ക്ക് ഓർക്കും രാമോനെ അവളെ എങ്ങനെ കണ്ടിഷ്ടപ്പെട്ടു എന്ന്. അത്രയ്ക്ക് വർക്കത്തില്ലായിരുന്നു, എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. ഇപ്പോഴാ ഒന്ന് തടിച്ച് വൃത്തിയായത്. അത് പണ്ട് അമ്മ വലിയമ്മയുടെ കഴിഞ്ഞിരുന്ന കാലത്ത്. ഇവിടെ വന്ന അച്ഛൻ്റെ കൂടെ കൂടി അമ്മ വണ്ണം വെച്ചു. ശാന്തി സമാധാനം എന്തെന്ന് അറിഞ്ഞു തുടങ്ങിയതിൻ്റെ ആയിരിക്കും. ഇപ്പൊ അമ്മയ്ക്ക് ഒത്തിരി വണ്ണം കൂടുന്നുണ്ട്. ഞാനും പറയും ശരീരം സൂക്ഷിച്ചില്ലെങ്കിലേ വലിയമ്മയുടെ അടുത്ത് കൊണ്ടാക്കി കളയൂന്ന്. ഓ ഈ നശിച്ച പെണ്ണിന്റെ ഒരു നാക്ക്. 2 മാസം കഴിയുമ്പോ കെട്ടിപ്പോകൂന്നാ പറയുന്നത്. ഞാൻ ചാവുന്നേനം വാങ്ങാനും നീ കെട്ടിപ്പോവോ പെണ്ണേ? ആ അത് വലിയമ്മയുടെ കയ്യിലിരിപ്പ് ബേസ് ചെയ്തിരിക്കും. ഏതെന്ന് വെച്ചാലേ കല്യാണത്തിന് മുന്നേ മരിക്കണോ കല്യാണത്തിന് ശേഷം മരിക്കണോ എന്നൊക്കെ ഉള്ളത്. ഇനി എന്നെ മേലോട്ട് എടുക്കാഞ്ഞിട്ട് അവക്ക്. ആ ശാന്തേ ഞാൻ പോകുന്നു. ഈ നശിച്ച പെണ്ണിന്റെ നാക്ക്. സന്ധ്യ നേരത്തെ നാഹവും വെട്ടിക്കൊണ്ടിരുന്നോളൂ. പിശാച്. സന്ധ്യാവാൻ 5 മിനിറ്റ് കൂടെ ഉണ്ട്. പിന്നെ ഞാൻ നാഹം വെട്ടുമല്ല ക്യൂടെക്സ് ഇടുക. എന്നാ പിന്നെ വേഗം വിട്ടോ, അടുത്ത വീട്ടിൽ പോയി വെറുപ്പിക്കാനുള്ളതല്ലേ.